നമസ്കാരം. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത CPM മുന്നണിയിൽ കാട്ടിയത് ഒരു മഹാസമർപ്പണം തന്നെയായിരുന്നു. എല്ലാവരും വിചാരിച്ചിരുന്നത് ബാക്കി വന്ന 2 സീറ്റുകളിൽ ഒന്ന് CPM വാങ്ങുമെന്നായിരുന്നു. എന്നാൽ ഇത് പ്രതിപക്ഷത്തിന് പോലും മാതൃകയാക്കിക്കൊണ്ട് CPM എങ്ങനെയാണ് മര്യാദ പാലിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രകടമായിരിക്കുകയാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം ലഭിച്ച CPMന് ഇടതുമുന്നണിയിലെ ഒരു രാജ്യസഭാ സീറ്റിൽ തീർച്ചയായും അർഹതയുണ്ടായിരുന്നു. എന്നാൽ ഇടതുമുന്നണി അത് നേടിയെടുക്കാതെ കേരള കോൺഗ്രസ് എമ്മിനും നൽകിയിട്ട് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ്. 5 അംഗങ്ങളുണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിലകൊള്ളാനുള്ള പരിഗണന കിട്ടുകയുള്ളൂ. എന്നാൽ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ഒഴിവാക്കേണ്ടി വന്നാൽ രാജ്യസഭയിൽ ഈ പരിഗണന CPMന് നഷ്ടപ്പെടും. അതോടെ ബാക്കി വന്ന 2 സീറ്റുകളിൽ CPIയും കേരള കോൺഗ്രസ് എമ്മും മത്സരത്തിനിറങ്ങും. LDF മുന്നണി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി അയക്കുമെന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഉന്നയിച്ച കാര്യം കൂടിയാണ്. ജോസ് കെ മാണിക്കാണ് 2ാമത്തെ രാജ്യസഭാ സീറ്റ്. എന്നാൽ മുന്നണിക്കുള്ളിൽ CPM എടുത്ത ട്വിസ്റ്റോടുകൂടി CPIയും ഒരു സീറ്റിൽ തൃപ്തരായി. PP സുനീർ എന്ന CPI അസിസ്റ്റന്റ് സെക്രട്ടറിയാകും പാർട്ടിയുടെ സ്ഥാനാർത്ഥി. വിവിധ പേരുകളും രാജ്യസഭാ സ്ഥാനാർത്ഥിയായി CPIയുടെ പക്ഷത്ത് ഉയർന്നുവെന്നെങ്കിലും ഒടുവിൽ മലപ്പുറം പൊന്നാനി സ്വദേശി PP സുനീറിലേക്കായിരുന്നു അത് എത്തിയത്. CPI എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. മലപ്പുറം പൊന്നാനി സ്വദേശിയായ സുനീർ ഹൗസിംഗ് ബോർഡ് ചെയർമാൻ കൂടിയാണ്. വയനാട് CPIയുടെ മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും പൊന്നാനിയിലും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. CPIഎമ്മിലെ മുതിർന്ന നേതാക്കന്മാരായ ആനി രാജ, പ്രകാശ് ബാബു അടക്കമുള്ളവരുടെ പേര് CPIയുടെ പക്ഷത്തു നിന്നും ഉയർന്നു വന്നിരുന്നെങ്കിലും ഒടുവിൽ PP സുനീറിലേക്ക് ആണ് അത് എത്തിയത്. ഇതിനു മുമ്പ് 2000-ൽ RSPക്ക് CPM തങ്ങളുടെ രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു. ഇതും കൂടി ആയപ്പോൾ LDFൽ ജോസ് കെ മാണി വിഭാഗത്തിനും അർഹമായ പദവി കൊടുക്കുന്നുണ്ടെന്നും CPIയുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ലപോലെ സ്വാധീനം ഉറപ്പാക്കണമെങ്കിൽ മുന്നണിയോടൊപ്പം കേരള കോൺഗ്രസ് ആവശ്യമാണെന്ന തോട്ടാണ് CPMനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചത്. ഒരു ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പുറത്തു കിംവദന്തികൾ പരന്നിട്ടുമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് പിന്നാലെ ഒരു ക്യാബിനറ്റ് പദവി ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ വികാരത്തെ എതിർക്കുമെന്ന് CPMന് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സീറ്റ് നൽകാൻ പാർട്ടി തീരുമാനമെടുത്തതും. മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും സവിശേഷമായ നിലപാടാണ് CPM സ്വീകരിച്ചതെന്നും LDF കൺവീനർ EP ജയരാജൻ അഭിപ്രായപ്പെട്ടു. മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDFലേക്ക് പോകേണ്ട ഒരു മോശം ഗതികേടും ഇപ്പോൾ നിലവിലില്ല. അതുകൂടി CPM ഈ ഒരു കാര്യത്തിലൂടെ വ്യക്തത കാണിക്കുന്നുണ്ട്. മറ്റുള്ള പാർട്ടികളെ പോലെ അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെയാണ് ഒരു അത്യാവശ്യഘട്ടം എത്തി നിൽക്കുമ്പോൾ തങ്ങളുടെ സീറ്റ് ഘടക കക്ഷിക്ക് CPM വിട്ടുകൊടുത്തിരിക്കുന്നത്. അങ്ങനെ തങ്ങൾക്ക് പാർലമെന്ററി വ്യാമോഹങ്ങൾ കൂടാതെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഒരു ജാള്യതയോ മടിയോ ഇല്ലെന്ന് CPM ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്.